Praise the Lord. Welcome to Holy Tide Media. Grace and peace to you all in the name of Lord Jesus Christ. Here we share inspirational gospel messages, Bible reflections, spirit-led songs. We're joining with the servant of Lord, George Samuel, is going to share a few words with us from Bible. Today's topic is a God who can transform us. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. In the precious name of Lord Jesus Christ, we welcome you all. നമ്മുടെ ദൈവത്തിന് അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയും. Our Lord can change the situations. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിച്ചാൽ അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. If we look into the Word of God, we can see many examples. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ മാറ്റമുണ്ടാകും. When our Lord Jesus Christ comes to a person's life, there will be a transformation. ഒരു ദേശത്ത് വന്നാൽ ആ ദേശത്തിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരും. When he visits a land, there will be a transformation. ഇന്നേക്ക് 3000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ആസ്ഥാനമാക്കി ഭരിച്ച ഒരു മഹാനായ രാജാവായിരുന്നു സോളമൻ ചക്രവർത്തി. Around 3000 years before, there was a famous king named Solomon. അദ്ദേഹമാണ് ഇസ്രായേലില് ദൈവാലയം പണിതത്. He built the temple of God in Israel. അദ്ദേഹം ദൈവാലയം പണിയുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ സഹായിച്ച തൻ്റെ പിതാവായ ദാവീദിന്റെ സ്നേഹിതനായ ഒരു രാജാവാണ്. When he built the temple of God, his father's friend was the one who helped him. അദ്ദേഹം സോർ എന്ന് പറയുന്ന രാജ്യത്തെ രാജാവായിരുന്നു. He was the king of Tyre. അദ്ദേഹത്തിന്റെ പേര് ഹീരാം എന്നാണ്. His name was Hiram. ശലോമോൻ ചക്രവർത്തി പ്രത്യുപകാരമായിട്ട് ഹീരാമിന് ഇസ്രായേൽ ദേശത്ത് ഗലീല ദേശത്ത് 20 പട്ടണങ്ങൾ കൊടുത്തു. As a gift, King Solomon gifted King Hiram 20 cities in the land of Galilee. ആ 20 പട്ടണങ്ങൾ കാണുവാനായി സോർ രാജാവായ ഹീരാം സോറിൽ നിന്ന് ഗലീല ദേശത്ത് വന്നു. To see the land of Galilee, he came from Tyre to Galilee. എന്നാൽ ആ ദേശം, ആ 20 പട്ടണങ്ങൾ സോർ രാജാവിന് ബോധിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല. But he didn't like those 20 cities that was presented to him. അതുകൊണ്ട് ആ 20 പട്ടണങ്ങളടങ്ങിയ ആ ഗലീല ദേശത്തിന് അദ്ദേഹം കാബൂൽ ദേശം എന്ന് പേരിട്ടു. So he named those 20 cities as Kabul. കാബൂൽ എന്ന് വെച്ചാൽ പ്രയോജനം ഇല്ലാത്തത് എന്നാണ്. The name Kabul means useless. അങ്ങനെ ഈ ദേശം, കാബൂൽ ദേശം, പ്രയോജനരഹിതമായ ദേശം എന്നറിയപ്പെട്ടു. And thus it was known the land of Kabul, which is useless. അതിനുശേഷം 1000 വർഷങ്ങൾ കഴിഞ്ഞ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. After 1000 years, Jesus Christ came to the world. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഗലീലയുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്നു. Our Lord Jesus Christ is also known as a man of Galilee. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യഹൂദ സ്പിരിച്വൽ ലീഡേഴ്സിന് ഈ സ്ഥലത്തിന് ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. At the time of Jesus Christ, the spiritual leaders didn't consider the Galilee much. ഈ 20 പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. We don't know which are these 20 cities. ഇത് ഗലീല ദേശത്തിലെ ഒരു ഭാഗമാണ്. This is a part of the land of Galilee. എന്നാൽ ഈ ഗലീല ദേശം മുഴുവനും യഹൂദ മത നേതാക്കൾ പ്രാധാന്യം കൊടുത്തില്ല. All these places within Galilee, the leaders didn't give much consideration to that. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയായ നിക്കോദിമസിനോട് അന്നത്തെ പരീശന്മാർ ചോദിക്കുന്നു. At the time of Jesus Christ, a person called Nicodemus asked Jesus. നിക്കോദിമസിനോട് പരീശന്മാർ ചോദിക്കുന്നു. The Pharisees asked Nicodemus, നീ പരിശോധിച്ചു നോക്കൂ, ഗലീലയിൽ നിന്ന് ഒരു പ്രവാചകനും എഴുന്നേൽക്കുന്നില്ല. See, there's no one from Galilee, a prophet being raised from Galilee. ഇത് നാം മനസ്സിലാക്കുകയാണെങ്കിൽ
ഗലീലയിൽ നിന്ന് ഒരു പ്രവാചകനും എഴുന്നേറ്റിട്ടില്ല എന്ന് നാം കാണുന്നു. And we can understand this. There was no prophet raised from Galilee. എന്നാൽ യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് ഈ ഗലീല ദേശത്തു നിന്നാണ്. But we know that the ministry of Jesus Christ started from Galilee. സോർ രാജാവ് ഈ ദേശത്തെ പ്രയോജനമില്ലാത്ത ദേശമെന്ന്, കാബൂൽ ദേശമെന്ന് വിളിച്ച ആ ദേശത്ത് The king of Tyre named this place Kabul, which meant a useless land. അവിടെ യേശുക്രിസ്തു ശുശ്രൂഷ ആരംഭിച്ചു. There Lord Jesus Christ started his ministry. ഇന്ന് നമുക്കറിയാം ഗലീല എന്ന് പറയുന്ന ലോകത്തിലെല്ലാം പ്രശസ്തമായ ഒരു സ്ഥലനാമമാണ്. Now we know that today Galilee is known around the world. കാബൂലായിരുന്ന ഗലീല ദേശത്തിലെ ഭാഗം ഇന്ന് ലോകത്തറിയപ്പെടുവാൻ കാരണം യേശുക്രിസ്തു ആ ദേശത്ത് വന്നതുകൊണ്ടാണ്. Because the Lord Jesus Christ visited Galilee, that's the reason that the name of the place which was Kabul, later known as Galilee, is known today. ഈ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ സമയത്ത്, in the time of the ministry of Jesus Christ, ആ ദേശത്തിലെ ജനങ്ങൾ അന്ധകാരത്തിലായിരുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. The Bible says at that time people were in darkness. അന്ധകാരത്തിലിരുന്ന ജനം വലിയ ഒരു വെളിച്ചം കാണുവാനിടയായി. The people who were in darkness saw a big light. യേശുക്രിസ്തുവിന്റെ വിസിറ്റേഷൻ അഥവാ യേശുക്രിസ്തുവിന്റെ സന്ദർശനമാണ് ആ ദേശത്തെ ഇന്ന് ലോകം അറിയപ്പെടുന്ന ദേശമാക്കി മാറ്റിയത്. That's the only reason the land is known, Galilee is known today, is because Jesus Christ visited that land. ഇതുപോലെ കാബൂൽ ദേശത്തിന്റെ അവസ്ഥയായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, likewise if anyone is in this situation as in similarity to Kabul, നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പ്രയോജനമില്ലാത്തൊരു വ്യക്തിയാണ്. maybe you'll be thinking that you are a useless person. നിങ്ങളെ പ്രയോജനമുള്ളവനാക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് സാധ്യമാണ്. But Jesus Christ can make you a person or transform you to become a useful person. ഒരുപക്ഷെ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ വീട്ടുകാരോ നിങ്ങളുടെ സ്വന്തക്കാരോ നിങ്ങളെ പ്രയോജനമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞേക്കാം. Maybe it's your household or your brothers or family members may think or despise you, saying that you are not a useful person. നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയത്തിന് അത് ഭാരമുണ്ടായേക്കാം. Maybe it became it's hard for you to go through that situation. എന്നാൽ യേശുക്രിസ്തുവിന് അവസ്ഥയ്ക്ക് വ്യതിയാനം വരുത്തുവാൻ കഴിയും. But Jesus Christ can change the situation in your life. യേശുവേ, അങ്ങന്റെ ഹൃദയത്തിലേക്ക് വരണമേ. Lord Jesus Christ, come into my heart. അങ്ങന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ. Lord, transform my life. അങ്ങനെ പ്രയോജനമുള്ളവനാക്കണമേ. Lord, make me a useful person. എന്റെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. I am giving my life to you. എന്നെ സഹായിക്കണമേ. Lord, help us. ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, will you pray in the presence of Lord? നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ, if you submit your life to Jesus, അനേകർക്ക് പ്രയോജനമുള്ള വ്യക്തിയാക്കി നിന്നെ മാറ്റും. God can transform you to become useful to many. യോസഫിന്റെ സഹോദരന്മാർ അവനെ വിറ്റുകളഞ്ഞു. The brothers of Joseph sold him. എന്നാൽ ദൈവം യോസഫിനോട് കൂടെ ഇരുന്നു. But we can see God was with Joseph. അവൻ കൃതാർത്ഥനായി മാറി. He was expressful. യോസഫ് മിസ്രൈമിലെ മന്ത്രിയായി മാറി. He became minister in the land of Egypt. തന്നെ തള്ളിക്കളഞ്ഞവർക്ക് അവനൊരു സംരക്ഷകനായി മാറി. For them who despised them, he was a help to them. കാരണം ദൈവം അവനോട് കൂടെ ഇരുന്നു. Because God was with him. ദാവീദിനെ പറ്റി പറയുമ്പോൾ തന്റെ അമ്മയും അപ്പനെയും അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണും. When we look into the word of God, we can see his father and mother despised him. എന്നാൽ ആ ദാവീദിനെയാണ് ദൈവം ഇസ്രായേലിലെ മഹാനായ ഒരു ചക്രവർത്തിയാക്കി മാറ്റിയത്. But Lord transformed David to become a ruler in the land of Israel. കാരണം ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന ഒരു സ്വഭാവം ദാവീദിനുണ്ടായി. Because David had ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന ഒരു സ്വഭാവം. He had a mentality to go and talk with God, go nigh to him. ദൈവത്തിന്റെ സന്ദർശനം തന്റെ ജീവിതത്തിൽ അവൻ അനുവദിച്ചു. He allowed an encounter with God.
ഇതുപോലെ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, Similarly, who are hearing to my voice, നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന്റെ ഒരു സന്ദർശനത്തിനായി ഏൽപ്പിച്ചു കൊടുത്താൽ, will you submit your life for an encounter with God? ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ക്ഷണിച്ചാൽ, If I say one more time, if you accept Jesus Christ in your life, കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ ക്ഷണിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, if you allow if you ask Jesus Christ to come to your heart, come to you, ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തും. God can change your life. കാബൂൽ പോലെ പ്രയോജനമില്ലാത്ത ആരെങ്കിലും ഇന്നായിരിക്കുന്നുവെങ്കിൽ, if there is anyone who is useless as similar to Kabul, നിങ്ങളെ പ്രയോജനമുള്ളവനാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധ്യമാണ്. God can make you a person useful to many. നിരാശയാകുന്ന ഇരുട്ടിലോ ഭാരമാകുന്ന ഇരുട്ടിലോ നിങ്ങളായിരുന്നേക്കാം. Maybe you are in a darkness of distress. Maybe you are in a darkness of uncertainty. രോഗമാകുന്ന ഇരുട്ടിൽ നിങ്ങളായിരുന്നേക്കാം. Maybe you are in a darkness of sickness. യേശുക്രിസ്തു ഗലീലയിൽ വന്നപ്പോൾ അന്ധകാരത്തിൽ ഇരുന്ന ജനം വെളിച്ചം കണ്ടതുപോലെ, when Jesus visited Galilee, people were in darkness, but they were transformed to see light. നിങ്ങളുടെ ജീവിതത്തെ ജീവിതത്തിൽ കർത്താവ് കടന്നു വന്നാൽ നിങ്ങൾ വെളിച്ചമുള്ളവരായി മാറും. When Jesus comes to your life, your darkness in your life will be changed to light. ആരതിനു വേണ്ടി ഇന്ന് ഈ സമയത്ത് സമർപ്പിക്കുന്നുവോ, who will submit your life to Jesus Christ, ദൈവം നിങ്ങളെ സ്പർശിക്കാൻ പോവുകയാണ്. God will touch you today. രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, is there anyone who is suffering from sickness? കർത്താവ് നിങ്ങളുടെ രോഗത്തെ മാറ്റുവാൻ മതിയായവനാണ്. God can heal your sickness. വിശ്വാസത്തോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, if you pray with faith, കർത്താവ് ഇന്ന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ മതിയായവനാണ്. God is able to heal you today. പക്ഷേ കർത്താവിന് നിങ്ങളുടെ വിശ്വാസം ആവശ്യമാണ്. Lord needs your faith. വിശ്വാസമുള്ളവരെയാണ് കർത്താവ് സൗഖ്യമാക്കുന്നത്. Only person who has faith would be saved by Jesus Christ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. We are going to pray for you. വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ പ്രശ്നത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. With faith, give your problems, give your issues to Jesus Christ. കർത്താവ് നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. God is going to touch you. കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് രോഗികളെ സൗഖ്യമാക്കി അത്ഭുതങ്ങൾ നടത്തിയ കർത്താവ് മരിച്ചു പോയിട്ടില്ല, ഇന്നും ജീവിക്കുന്നു. The God who was there before 2000 years ago, but he's not dead, he is still alive. ആ കർത്താവ് യേശുക്രിസ്തു നിങ്ങളെ തൊടുകയാണ്. He's going to touch you today. നിങ്ങൾ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വെക്കുക. Place your hands where you have sickness. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക. Pray with faith. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക. Confess your sin. വിശ്വാസത്തോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കൂ. Pray with faith. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. We are going to pray for you. കണ്ണുകളെ അടയ്ക്കുക. Close your eyes. കർത്താവായ യേശുക്രിസ്തുവേ, Lord Jesus Christ, ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് സ്പർശിക്കണമേ. Lord, touch these dear ones. രോഗികളായി ആരെങ്കിലും ഭാരത്താലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, if there is anyone who is suffering from sickness, കർത്താവേ അങ്ങ് അവരെ തൊടുമാറാകണമേ. Lord, touch them, Lord. ഇപ്പോൾ തന്നെ now അവിടുത്തെ കരമൊന്ന് തൊട്ട് സൗഖ്യമാക്കണം. Lord, touch with you. സകല രോഗാത്മാവിനെ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. All the hallelujah, touch them. All the darkness may be removed. All the sickness be removed. അവിടുത്തെ വചനം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. Oh, the word of Lord says, I am the God who heals you. അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം ഇപ്പോൾ അവരെ സ്പർശിക്കട്ടെ. Lord, hallelujah, hallelujah. Let the hand of the Lord who heals them, let it heal them. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. In the name of the Lord Jesus Christ, be them healed. കർത്താവേ, അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. Lord, you have answered our prayers. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. In the name of Lord Jesus Christ, amen. ഈ ചാനൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. Please like, share and subscribe this channel. വീണ്ടും കാണുന്നവരെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. Until we meet again, Lord Jesus Christ bless you all.